ഈസാ നബി എത്രമാത്രം ശക്തമായ വളരെ മോശമായ ഒരു വാക്ക് അവർ തൗറാത്തിൽ അവർ രേഖപ്പെടുത്തി. തൗറാത്തല്ല, തൗറാത്തിനെ അവർ തഹരീഫ് ചെയ്ത് തൗറാത്തിനെ അവർ എന്താക്കി കാഞ്ഞി അവർ പരിവർത്തനപ്പെടുത്തി. ആ അസ്ലിയായ തൗറാത്തല്ല. ആ തൗറാത്തിനെപ്പോ ഈ പിന്നെ അനാജീലുകൾ ഇഞ്ചീലുകൾ പലതുള്ളത് പോലെ തന്നെ പല തൗറാത്തുകളും അവർ എന്തായിട്ടുണ്ട്, അവർ മാറ്റി മറിച്ച് എഴുതി. അതിൽ നിന്നുള്ളതായ ഒരു തൗറാത്തിൻ്റെ ഒരു രേഖ ഒരു സിഫറിൽ ഒരു സ്ഥലത്ത് അവർ രേഖപ്പെടുത്തിയതാണ് അവരെ മഹാന്മാരാവുന്നതായ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്. അമ്പിയാക്കന്മാരിൽ നിന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അവർ പറഞ്ഞു, ഷെരിബൽ ഹംബ്, കള്ളു കുടിച്ചു. സുമ്മനാമ മഅബിനതൈഹി, പിന്നെ രണ്ട് പെമ്മക്കളോട് കൂടെ മൂപ്പര് ഉറങ്ങിയെന്ന. ഓ വതഉഹുമ, അവരെ ബഅദ അൻ സക്കറ, മസ്തായിന്റെ ശേഷം അവരെന്താക്കി അവരുമായി സംഭോഗം നടത്തി. ഫഹമലതാ മിൻഹു അൻ തരീഖി സിന. ഇത് വളരെ ഏറ്റവും അധികം ലോകത്തുള്ളതായ ഒരു വിഭാഗക്കാരും പറയാത്ത ഏറ്റവും വലിയൊരു ആക്ഷേപമാണ് യഹൂദികൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്. അമ്പിയാക്കന്മാരിൽ നിന്നുള്ളതായ പ്രധാനപ്പെട്ടതായ അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പല സ്ഥലത്തും അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൂത്ത് നബിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ മഹാന്മാരാവുന്ന പല അമ്പിയാക്കന്മാരെ പറ്റിയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അവർ പറഞ്ഞു, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സൈനാധിപന്റെ ഭാര്യയെ സിനാ ചെയ്തു, വ്യഭിചരിച്ചു. അവൾക്കതിൽ ഗർഭമുണ്ടായി. അങ്ങനെ ഈ സൈനാധിപനെ വധിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഗൂഢാലോചന നടത്തി ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ തൗറാത്തിൻ്റെ ഇഞ്ചീലിൻ്റെയൊക്കെ അതിൻ്റെ ചില അവർ പിന്നെ പരിവർത്തനപ്പെടുത്തിയതായ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ മോശമായ വിശ്വാസങ്ങളാണ്, അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തതാണ്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ അമ്പിയാക്കന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. കാരണം അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അവർക്കുള്ള വാപ്പമാർ വരെ പരിശുദ്ധരാവണം. ആ വാപ്പമാരിൽ പോലും തന്നെ ഒരു വ്യഭിചരിക്കുന്നതായ ഒരുത്തരുണ്ടാവാൻ പാടില്ല. അവരെ ഉമ്മമാരിലും അങ്ങനെ ഒരു വ്യഭിചരിക്കുന്നവൾ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദീങ്ങളാവണം അവരെ വാപ്പമാർ. അങ്ങനത്തെ വാപ്പമാർക്കുള്ള അസ്ലാബിൽ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനത്തെ മഹാന്മാരായ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് ഈ നിലക്കുള്ളതായ ആക്ഷേപങ്ങൾ പറഞ്ഞവരാണ് ചില യഹൂദികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ നിന്നുള്ളതായ അവരെ ചില ഇഞ്ചീലിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നുബുവത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹഖീഖത്ത് എന്താ? നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കഠിനാധ്വാനം ചെയ്തിട്ട് കരസ്ഥമാക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതാണ് ഇസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിമ വ ആല ഇമ്രാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അതിനിക്ക് അല്ലാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഈ മുഖദ്ദസായ കലാമുകൾ, ആ കലാമുകളെ സ്വീകരിക്കാൻ അതിനുള്ളതായ പ്രത്യേകമാവുന്ന ഒരു ഭാഗത അവരാരേക്കാൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ മലായിക്കത്തിനേക്കാൾ പരിശുദ്ധരാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. അങ്ങനത്തെ ഒരു വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇസ്തിഫാഹ് ചെയ്യാണ്. അല്ലാഹു പ്രത്യേകം അവരെ തിരഞ്ഞെടുക്കുകയാണ്. അത് മഹാന്മാരാവുന്ന അഇമ്മത്ത് മശായിഖ് മുഴുവനും നുബുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നുബുവത്തിനെ സംബന്ധിച്ച് അവരൊക്കെ വിവരിച്ച സ്ഥലത്ത് നുബുവത്തിനെ പറ്റി അവർ പറഞ്ഞിട്ടുള്ളത് ഹിബത്തുൻ റബ്ബാനിയത്തുൻ യഹബുഹാ ലിമൻ യശാ. നുബുവത്ത് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊടുക്കുന്നതായ ഒരു ഔദാര്യമാണ്. വയഖ്തസ്സു ലഹാ മൻ യുരീദു മിൻ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് പ്രത്യേകക്കാരായ ആളുകളെ അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കും. വഹിയ ലാ തുദ്റകു ബിൽ ജിദ്ദി വത്തഅബ്. കുറേ അധ്വാനിച്ചതുകൊണ്ടോ കുറേ പ്രയാസങ്ങൾ സഹിച്ചതുകൊണ്ടോ നുബുവത്ത് കരസ്ഥമാക്കാൻ സാധ്യമല്ല. വലാ തുനാലു ബി കസ്റത്തി ത്വഅത്തി വൽ ഇബാദത്ത്. അധികരിച്ച് ഇബാദത്ത് ചെയ്തിട്ടും കരസ്ഥമാക്കാൻ പറ്റുന്നതായ ഒരു സംഗതിയല്ല. അമ്പിയാക്കന്മാർക്ക് ഇബാദത്ത് ഉണ്ടാവില്ല എന്നല്ല, ഇബാദത്ത് ചെയ്തിട്ട് കരസ്ഥമാക്കാൻ പറ്റിയതായ ഒരു സംഗതിയല്ല അത്. അതിന് പറ്റുന്നതായ പ്രത്യേകക്കാരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെന്താക്കും? തിരഞ്ഞെടുക്കും. ഇതാണ് നുബുവത്ത് എന്നുള്ളത്. അങ്ങനത്തെ ആ നുബുവത്ത് കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തതായ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ
അതാണ് മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഈ അമ്പിയാക്കന്മാർ അവരാരാവണം? അവർ പാപരഹിതരാവണം. അവരിൽ നിന്ന് ഒരു തെറ്റുണ്ടാവാൻ പാടുള്ളതല്ല. അവരിൽ നിന്ന് നുബുവത്തിന് മുമ്പും തെറ്റുണ്ടാവാൻ പാടുള്ളതല്ല. നുബുവത്തിന് മുമ്പും അവരിൽ നിന്ന് തെറ്റുണ്ടായിട്ടുമില്ല. സർവ്വ അമ്പിയാക്കന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നുബുവത്തിന് മുമ്പ് അവരിൽ നിന്ന് തെറ്റുണ്ടായിട്ടില്ല. തെറ്റുണ്ടാവുക എന്നുള്ളത് അത് ബുദ്ധിപരമായിട്ടത് ജായിസാണോ അല്ലേ എന്നുള്ളതല്ല. അവരിൽ നിന്ന് തെറ്റുണ്ടായിട്ടില്ല. അതാണ് മില്ലതുൻ ആദം ഇലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളതായ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരിൽ നിന്നൊരു തെറ്റുണ്ടായിട്ടില്ല. ഇതുകൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന പലരും റസൂല് നബി എന്നൊക്കെ പറഞ്ഞാൽ ആരാന്നുള്ളത് എനിക്ക് അവർ പല ആളുകളും നിർവചിച്ചു. ആ നിർവചിച്ച നിർവചനത്തിൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അതിന് പറഞ്ഞതായ അർത്ഥം അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു നിർവചനമാണ്. കാരണം പല ആളുകളും അമ്പിയാക്കന്മാർ നബി എന്ന് പറഞ്ഞാൽ ആരാണ്, റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നൊക്കെ പറയുമ്പോൾ മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങൾ കഴിഞ്ഞു പോയതായ മുഖദ്ദിമീങ്ങളാവുന്നതായ അയിമ്മത്ത്, ആ അയിമ്മത്ത് മുഴുവനും ഇസ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞതായ സർവ്വ അഭിപ്രായങ്ങളും അത് നുബുവത്തിന് മുമ്പ് സഗീറത്തുണ്ടാവുക, അല്ലെങ്കിൽ നുബുവത്തിന് മുമ്പ് കബീറത്തുണ്ടാവുക, അങ്ങനെ പറഞ്ഞവരുണ്ട്. സഗീറത്ത് മറന്നുകൊണ്ടുണ്ടാവുക, കബീറത്ത് മറന്നുകൊണ്ടുണ്ടാവുക. ഇങ്ങനെ പറഞ്ഞ ഈ സർവ്വ അഭിപ്രായങ്ങളും മൂപ്പര് സസൂക്ഷ്മം അത് പരിശോധിച്ചു. അത് പരിശോധിച്ചതിന് ശേഷമാണ് മഹാന്മാരാവുന്ന അമ്പിയ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാ, അതാ നബി എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ടവർ നിർവചിക്കണം.